എക്സൈസ് പരിശോധന ശക്തമാക്കിയതോടെ ദിനംപ്രതി പുറത്തുവരുന്നത് സിനിമയ്ക്കുള്ളിലെ ലഹരി ഉപയോഗത്തിന്റെ പുതിയ വാർത്തകളാണ്. ഇന്നലെ പ്രമുഖ സംവിധായകരായിരുന്നു പിടിയിലായതെങ്കിൽ ഇന്ന് യൂത്ത് ഐക്കൺ റാപ്പർ ബേഡനാണ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായത്. 2 കേസുകളിലും ചെറിയ അളവിലുള്ള കഞ്ചാവാണ് ഫ്ളാറ്റുകളിൽ നിന്ന് പിടിച്ചെടുത്തത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ചോദ്യം ചെയ്യലിനും ഇന്ന് ഹാജരായി. ഇപ്പോൾ അറസ്റ്റ് ഉൾപ്പെടെ നടക്കുന്നുണ്ടെങ്കിലും പിടിക്കുന്നതിലേറെയും ചെറിയ അളവിലുള്ള കഞ്ചാവ് കേസുകൾ മാത്രമാണ്. സിനിമാക്കാരുടെ വ്യാപക ലഹരി ഉപയോഗം സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ അടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ വമ്പന്മാരെ പിടിക്കാതെ ചെറുമീനുകളിലേക്ക് ഒതുങ്ങുകയാണോ സിനിമാർക്കിടയിലെ ലഹരി വേട്ട എന്ന ചോദ്യവും ഉയർന്നു വരുന്നു. സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന താരങ്ങളെ തൊടാൻ മടിക്കുന്നത് എന്തിന്? ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡ്. റാപ്പർ വേടനും സഹപ്രവർത്തകരും പ്രാക്ടീസ് ചെയ്യുന്ന ഫ്ളാറ്റിൽ നിന്നാണ് 7 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. വേടനടക്കം 9 പേരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് ഉപയോഗിക്കാറുണ്ടെന്ന് വേടൻ സമ്മതിച്ചുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി വന്നപ്പോൾ അറസ്റ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതുപോലെ അവർ ഉപയോഗിച്ചതായിട്ട് അവർ നിരീക്ഷണത്തിൽ പറഞ്ഞു. അറസ്റ്റിനു പിന്നാലെ ബുധനാഴ്ച ഇടുക്കിയിൽ നടക്കുന്ന സർക്കാരിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടന്റെ ഷോ ഒഴിവാക്കി. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും പിടിയിലായതിന്റെ തുടർച്ചയായുള്ള റെയ്ഡാണ് വേടനിലേക്കും എത്തിയത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംവിധായകരെ കഞ്ചാവുമായി എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിനായി നടന്മാരായ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും എക്സൈസിന് മുന്നിൽ ഹാജരായി. ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്ന് ഷൈൻ ടോം ചാക്കോ എക്സൈസിനോട് പറഞ്ഞു. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമയുടെ സുഹൃത്തും മോഡലുമായ സൗമ്യയെയും ഇന്ന് ചോദ്യം ചെയ്തു. തസ്ലീമയുമായി 3 പേർക്കുമുള്ള സാമ്പത്തിക ഇടപാടിനെ കുറിച്ചാണ് അന്വേഷണം. RDX റാപ്പ് ന്യൂസ് മലയാളം. റാപ്പർ ബേഡൻ പിടിയിലായതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേട്ടയിൽപ്പെട്ടു ബേഡൻ. നമുക്ക് മുന്നിലുണ്ട് വിവരങ്ങൾ, ഇതിനകം തന്നെ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളെല്ലാം ഉള്ളതാണ്. റാപ്പർ ബേഡൻ്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. വളരെ ചെറിയ ശതമാനം, അതായത് ഫ്ളാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത് തൃപ്പൂണിത്തുറ പോലീസാണ്. വളരെ പെട്ടെന്നാകാം. അതായത് വേടൻ അടക്കം ഫ്ളാറ്റിലുണ്ടായിരുന്ന 9 പേരും അറസ്റ്റിലായിട്ടുണ്ട്. എല്ലാം നമുക്കറിയാവുന്ന വിവരങ്ങളാണ്. വേടൻ ധരിച്ചിരുന്ന മാലയിൽ നിന്ന് പുലിപ്പല്ലിൻ്റെ ലോക്കറ്റ് കണ്ടെത്തിയെന്നാണ് മറ്റൊരു വാർത്ത. വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വനം വകുപ്പ് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. സർക്കാരിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ നിന്ന് വേടൻ്റെ ഷോ ഒഴിവാക്കി എന്നതും നമ്മൾ നേരത്തെ തന്നെ ആ സ്റ്റോറിയിൽ നിറഞ്ഞു. ചോദ്യം ചെയ്യലിന് ഹാജരായി ഇന്ന് താരങ്ങൾ. കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് ശ്രീനാഥ് ഭാസിയും ഷൈനും ഹാജരായി. കാലത്ത് തുടങ്ങിയ ചോദ്യം ചെയ്യൽ രാത്രി ഏറെ വൈകും വരെയും നീണ്ടു എന്ന് നമുക്കറിയാം. ആലപ്പുഴ എക്സൈസ് ഓഫീസിൽ പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കിയായിരുന്നു ചോദ്യം ചെയ്യൽ. ഇതെല്ലാം നമുക്കറിയാവുന്ന വിവരങ്ങളാണ്. ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലാണെന്നാണ് ഷൈൻ പോലീസിനോട് പറഞ്ഞത് ചോദ്യം ചെയ്യലിനിടെ. കൊച്ചിയിലെ മോഡൽ സൗമ്യയും എക്സൈസ് ചോദ്യം ചെയ്തിട്ടുണ്ടെന്ന്. ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായ തസ്ലീമയുമായി സൗമ്യയ്ക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടെന്നാണ് പോലീസ് വിചാരിക്കുന്നത്. തസ്ലീമയുമായുള്ളത് റിയൽ മീറ്റിനുള്ള സാമ്പത്തിക ഇടപാടാണെന്ന് സൗമ്യ പോലീസിനോട് പറഞ്ഞതാണ് വിവരം. ലൈംഗിക ഇടപാടിന് ഓൺലൈനിൽ ഉപയോഗിക്കുന്ന കോഡാണ് റിയൽ മീറ്റ് എന്ന് പറയുന്നു. റിയൽ മീറ്റിലൂടെയാണ് തസ്ലീമയെ പരിചയപ്പെട്ടത് എന്നും മൊഴി ഉണ്ട്. ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും അറിയാമെന്നും സൗമ്യ പറഞ്ഞിട്ടുണ്ട്. ലഹരി ഉപയോഗം സമ്മതിച്ചു ഷൈൻ എന്നാണ് മറ്റൊരു വാർത്ത. ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്നത് മെത്താഫിറ്റമിനാണ് എന്ന് ഷൈൻ പോലീസിനോട് പറഞ്ഞെന്ന് കേൾക്കുന്നു. തസ്ലീമയുമായിട്ട് ലഹരി ഇടപാടില്ല എന്ന് ഷൈൻ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരോട് ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരാണ് എക്സൈസിന്റെ പിടിയിൽ ഇന്നലെ ആയത്. സംവിധായകരും സുഹൃത്തും പിടിയിലായത് ഞായറാഴ്ച പുലർച്ചെയാണ്. നമുക്കറിയാവുന്ന വിവരങ്ങളാണ് എല്ലാം. പിടികൂടിയത് കൊച്ചിയിൽ സംവിധായകൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. 1.6 ഗ്രാം കഞ്ചാവും ഉപയോഗിക്കുന്നുള്ള ഉപകരണങ്ങളും കണ്ടെടുത്തു. ഇതൊക്കെ നമുക്കറിയാവുന്ന വിവരങ്ങളാണ്. സമീർ താഹിറിനെ ചോദ്യം ചെയ്യുന്നതിനായി നോട്ടീസ് അയക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും സംഘടനയിൽ നിന്ന് പുറത്താക്കി ഫെഫ്ക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാമർശമുണ്ട് എന്നതും നമുക്കറിയാം. യുവതാരങ്ങൾക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നെന്ന് റിപ്പോർട്ടുണ്ട്. പിടിക്കപ്പെടുന്നത് സിനിമാക്കാർക്കിടയിലെ ചെറിയ കഞ്ചാവ് കേസുകൾ മാത്രമാണ് എന്നൊരു ചോദ്യം മുന്നോട്ട് വരുന്നു. സിന്തറ്റിക് ലഹരി ഉപയോഗം വ്യാപകമായിട്ടും അന്വേഷണം ഇല്ലേ എന്ന തോന്നലുണ്ടാകുന്നു. മുൻനിര താരങ്ങളെക്കുറിച്ച് പരാതി ഉയർന്നിട്ടും അന്വേഷണത്തിലേക്ക് കടക്കുന്നില്ലേ എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ വരുന്നു. സെറ്റുകളിൽ വ്യാപക ലഹരി ഉപയോഗം രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ. കഞ്ചാവ് മാത്രമാണോ വില്ലൻ എന്നതൊക്കെയാണ്. ഇതിൽ ബഹുഭൂരിപക്ഷം വിവരങ്ങളും ഇന്നലെ മുതൽ തന്നെ നമ്മുടെ മുന്നിലുള്ളതാണ്. വേടൻ വളരെ പോപ്പുലറായിട്ടുള്ള ആളായതുകൊണ്ട് വേടനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വിശദാംശങ്ങളൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വലിയ ആൾക്കൂട്ടം വന്നത് വേടൻ നമ്മളന്ന് കാര്യമായിട്ട് തന്നെയും ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സിന്തറ്റിക് ലഹരിക്കെതിരെ വലിയ സംസാരിച്ചിട്ടുള്ള ആ അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് നിലപാടെടുത്തിട്ടുള്ള വേടൻ ഇപ്പോൾ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. പലതരത്തിലുള്ള ചർച്ചകൾ പലയിടങ്ങളിലായിട്ട് വരുന്നുണ്ട്. നമ്മൾ എന്താണ് ആദ്യഘട്ടത്തിൽ കാണേണ്ടത്? വേടനിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത്
സർക്കാർ ഈ വിഷയത്തിൽ വളരെ ശക്തമായ നിലപാടാണ് ഈ മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ളത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇതിപ്പോൾ തുടങ്ങിയ കാര്യമല്ല. ഇത് കഴിഞ്ഞ 3-4 വർഷമായി ഈ മയക്കുമരുന്നിനെതിരെ നിതാന്തമായ ജാഗ്രത പുലർത്തുകയും നിരന്തരമായ മയക്കുമരുന്ന് വേട്ടയും സർക്കാർ നടത്തിയിട്ടുണ്ട്. ആ കാര്യത്തിൽ തർക്കമില്ല. ഇന്ത്യയിൽ മറ്റേതൊരു ഭാഗത്തും മയക്കുമരുന്ന് വേട്ട നടക്കുന്നതിനേക്കാൾ ശക്തമായി തന്നെ കേരളത്തിൽ അത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും അധികം മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുന്നത്. ഇതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് ഉപഭോഗം നടക്കുന്ന പഞ്ചാബിൽ ഇത്രയും കേസില്ല. ഇതിനേക്കാൾ കൂടുതൽ മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗുജറാത്തിൽ, ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കണ്ടെത്തുന്ന ഗുജറാത്തിൽ ഇത്രയും കേസില്ല. അതെ, ഇത് നിർമ്മിക്കുന്ന പ്രദേശങ്ങൾ, ഇപ്പം ഡൽഹി ആയിക്കോട്ടെ, കൊൽക്കത്ത ആയിക്കോട്ടെ, എവിടെയൊക്കെയാണ് നിർമ്മിക്കുന്നത് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എക്സൈസ് വകുപ്പ് അവിടെയൊന്നും ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇതിൽ ഈ കേസുകളെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോഴുമുള്ള ഒരു പ്രത്യേകത, കേരളത്തിൽ പിടിച്ചെടുക്കുന്ന മയക്കുമരുന്നിൻ്റെ അളവ് ഈ മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും വളരെ കുറവാണ് എന്നതുകൂടിയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് വളരെ പോസിറ്റീവായ ഒരു ഡ്രൈവ് സർക്കാർ നടത്തുന്നുണ്ട്. പുതിയ തലമുറ ഇത്തരത്തിൽ മയക്കുമരുന്നിന് അടിമകളായി പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ട ശക്തമായ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ എല്ലാ അർത്ഥത്തിലും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലൂടെയാണോ, അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാർ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കം ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്ന് ഞാൻ ആത്മാർത്ഥമായി സംശയിക്കുന്നു. അതിന് കാരണം 3 വർഷം മുമ്പ് ഈ ഡ്രൈവ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ എക്സൈസ് മന്ത്രി എം പി രാജേഷിനെ അഭിമുഖം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു. അന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പം ഒരു സംശയത്തിനിടയില്ലാത്തവണ്ണം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പിടിയിലാകുന്ന ഉപയോഗിക്കുന്ന ആളുകളെ ക്രിമിനലുകളെ പോലെ അവതരിപ്പിക്കില്ല. ഇത് ആ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ് എം പി രാജേഷ്. ക്രിമിനലുകളെ പോലെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ അവതരിപ്പിക്കില്ല. ചെറിയ അളവിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഇരകളാണ്. അവരെ ഇരകളായി തന്നെ കാണണം. മറ്റ് ശൃംഖലയെയാണ് സമ്പൂർണ്ണമായി നശിപ്പിക്കേണ്ടത്. ആ ശൃംഖലയിലേക്ക് കടക്കാൻ വേണ്ടി ഇവരിലേക്ക് എത്തുന്ന ആളുകൾ ആരാണ് എന്നൊക്കെ നമ്മൾ നിരീക്ഷിക്കുമെന്നുള്ളത് ഒഴിച്ചാൽ ഇവരെ പരിഗണിക്കുക ഇരകളായി തന്നെ ആയിരിക്കുമെന്നാണ്. അതാണോ നമ്മളിപ്പോൾ കാണുന്നത്? അതാണ് എൻ്റെ ഒരു പ്രശ്നം. കാരണം ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന മട്ടിൽ പിടികൂടുന്ന ആളുകളെ ഏറ്റവും കൊടും ക്രിമിനലുകളെ പോലെ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അത് സെലിബ്രിറ്റികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നമ്മളിത് മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അന്നൊരു പക്ഷേ ഈ മട്ടിലെ ആളുകൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യണം RDXൽ തന്നെ ഈ ക്രിമിനലുകളെ പോലെ എന്തിനാണ് ഈ ആളുകളെ, പ്രത്യേകിച്ച് സെലിബ്രിറ്റികളെ അവതരിപ്പിക്കുന്നത് എന്നത്. അതായത് അത് ഈ എക്സൈസ് വകുപ്പിൻ്റെയും പോലീസ് വകുപ്പിൻ്റെയും ഒക്കെ ഒരു പ്രശ്നമാണ്. കാരണം അവർക്ക് വലിയ വിസിബിലിറ്റി ആ നിലയ്ക്ക് കിട്ടും. അവരതിനെ വിശദീകരിക്കുന്നത് കണ്ടോ, ഞങ്ങൾ ആരെയും പിടിക്കും, അതുകൊണ്ട് ഇത് നാട്ടുകാരെല്ലാം അറിയുമ്പോൾ എല്ലാവരും അതോടെ ഭയന്ന് ഉൾവലിയുമെന്നൊക്കെയാണ്. ആ തത്വം എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. കാരണം ഇവരൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണെന്ന് നാട്ടുകാരെ അറിയിക്കുക കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഇവരെ പിടികൂടി ഇപ്പം ഏറ്റവും ഒടുവിൽ അതെ അതിനെ സാമാന്യവൽക്കരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഷൈൻ ടോം ചാക്കോയുടെ മൊഴി. ആ ഷൈൻ ടോം ചാക്കോയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, റീഹാബിലിറ്റേഷൻ വേണം, അദ്ദേഹത്തിന് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകണമെന്ന് എക്സൈസിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. സത്യത്തിൽ ആ വാർത്ത പോലും ഈ മട്ടിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളതാണ്. നമ്മൾ നല്ല മാധ്യമങ്ങൾ എടുത്ത് പിന്നെ ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാളെ പിന്നെ കൈകാര്യം ചെയ്യാനല്ല സത്യത്തിൽ ശ്രമിക്കേണ്ടത്. അപ്പോൾ ആ അവസ്ഥയിലുള്ള ആളുകളെയാണ് വലിയ ക്രിമിനലുകളെ പോലെ അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ കേസ് കോടതിയിൽ ചെന്നാൽ അയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നൊരു കേസ് നിൽക്കത്തുമില്ല. പോയിന്റ് കൂട്ടിച്ചേർക്കേണ്ടത്, അതായത് ഷൈൻ ടോം ചാക്കോയോട് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് കുറച്ച് ദോഷം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2015 ഇയാൾ ഇപ്പോൾ റാപ്പർ വേടനെ അറസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണമായിരുന്നു. ഓർമ്മയുണ്ടോ? കസ്റ്റഡി എടുത്ത് കൊണ്ടുപോകും. എന്താ സംഭവിച്ചത്? ഈ പിടിച്ച കൊക്കൈൻ രാസപരിശോധന നടത്തിയിട്ട് കോടതിക്ക് മുമ്പായി ഹാജരാക്കിയില്ല. പിന്നെ കുറ്റപത്രത്തിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തെളിവുകൾ കാര്യമായിട്ട് ഹാജരാക്കിയില്ല. കോടതി വലിയ നിശിതമായ വിമർശത്തോടെയാണ് ഇവരെ വെറുതെ വിട്ടത്. അന്ന് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് പോലീസ് അവരുടെ സംവിധാനങ്ങൾ മുറുക്കിയിട്ട് ഇദ്ദേഹത്തെ ഒരുപക്ഷെ രക്ഷപ്പെടുത്തി ഇരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇദ്ദേഹം ഈ ജയിലിൽ പോയി നടക്കുന്ന സമയത്ത് സിനിമയിൽ അഭിനയിച്ച് ആളുകൾക്ക് നല്ല സിനിമ കൊടുത്തത്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പരാജയം എന്നത് ഞാൻ പറയുന്നതല്ല, ഹർഷൻ പറയുന്നതല്ല, സ്റ്റേറ്റിൻ്റെ പരാജയം എന്നത് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടുള്ള VD സതീശൻ നിയമസഭയിൽ പറഞ്ഞതാണ്. സ്റ്റേറ്റിൻ്റെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ പരാജയം ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ അദ്ദേഹം തന്നെ ആവശ്യപ്പെടുകയാണ് എന്നെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം എന്ന്. അന്ന് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഈ സംവിധാനങ്ങൾക്കകത്തുകൂടെ പോയിട്ട് ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരുമായിരുന്നില്ല. ഒരുപക്ഷെ ഇത്രക്ക് പ്രശ്നത്തിലേക്ക് സമൂഹം പോകുമായിരുന്നില്ല. അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു
ഒരു പരാജയം അവിടെ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാം. ഹർഷൻ തുറന്നു. തീർച്ചയായും അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഷൈൻ ടോം ചാക്കോയുടെ കേസ്. ഏതെങ്കിലും തരത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴും പിടിച്ചു. ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുമ്പോൾ ഷൈൻ ടോം ചാക്കോ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ആയിരിക്കും, ഒന്നിലേറെ തവണ അറസ്റ്റിലായ ആളെന്നുള്ള നിലയ്ക്ക് ഷൈൻ ടോം, അല്ലെങ്കിൽ ഒന്നിലേറെ തവണ ഇത്തരം ആരോപണത്തിൽ കുടുങ്ങിയ ആളെന്ന ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവാം. അത് ഓക്കെ. പക്ഷേ ഇത് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് ഷൈൻ ടോം ചാക്കോയുടെ പേരിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, ഇപ്പോൾ ഈ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെ പിടികൂടിയ രംഗം എങ്ങനെയാണ്, അവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പോലീസ് പിടികൂടിയത് എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ആ നടപടിക്രമങ്ങൾ മുഴുവനായിട്ടും. ഇന്നിപ്പോൾ വേടൻ്റെ കേസ് വരുമ്പോഴും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. ഇവർക്ക് കൈവശം വെച്ചിരിക്കുന്നത് 1.6 ഗ്രാമും 6 ഗ്രാമുമാണ് ഇവരുടെ കയ്യിൽ നിന്ന്. അതായത് അത് ആദ്യത്തെ കേസിൽ 1.6 ഗ്രാമും വേടൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ വേടൻ താമസിച്ച ഫ്ലാറ്റിൽ നിന്ന് അവർ 9 പേരുള്ള, ഇതിൽ ആരാണെന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരാളെ വെച്ച് ഇത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ അളവ് പിന്നെയും കുറയും. അപ്പോൾ 6 ഗ്രാമാണ് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. ഗൗരവമില്ലാത്ത അല്ല, അതായത് മുന്ദ്ര തുറമുഖത്തിൽ ആയിരക്കണക്കിന് കിലോ കഞ്ചാവ് വന്നിറങ്ങിയപ്പോൾ, അല്ല മയക്കുമരുന്ന് വന്നിറങ്ങിയപ്പോൾ ഇത്രയും പ്രചണ്ഡമായി ഈ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. മാധ്യമങ്ങളുടെ റിപ്പോർട്ടിലേക്കും വരേണ്ടതുണ്ട്. പക്ഷേ ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, പാട്ടുകാരൻ കേസിൽപ്പെട്ടാൽ അയാൾ ഉണ്ടാക്കിയ പാട്ടുകളാകെ ചീത്തപ്പാട്ടുകളാവില്ല. പാട്ടുകൾ അവിടെ ഉണ്ട്, അത് ഗംഭീരമായ പാട്ടുകളാണ്. പാട്ടുകളും അത്തരം കലാപ്രവർത്തനങ്ങളും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രാധാന്യം വളരെ പ്രധാനമാണ്. വളരെ വളരെ നമ്മൾ അങ്ങനെ തന്നെ കാണേണ്ടത്. എന്ന് മാത്രമല്ല നമ്മളതിനെ അങ്ങനെ കാണണ്ട എന്ന് മാത്രവുമല്ല, ഈ പാട്ടുകാരൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ കാണുക തന്നെ വേണം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമുക്ക് നിശാഗന്ധിയിൽ വലിയ ആൾക്കൂട്ടം കാണുമ്പോൾ ഒരു സന്തോഷം തോന്നിയത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആരാണ് അയാൾ വളരെ പോസിറ്റീവായിട്ടുള്ള പൊളിറ്റിക്സിനെ ഈ ചെറുപ്പക്കാർക്കിടയിലേക്ക് പ്രസരിപ്പിക്കുന്ന ഒരു പാട്ടുകാരനാണ്. അയാൾക്ക് 29 വയസ്സേ ഉള്ളൂ ഈ ബേഡന്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള, എല്ലാ കാലത്തും സംസാരിക്കേണ്ടുന്ന, വളരെ ഗംഭീരമായിട്ടുള്ള പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരാളാണ്. എന്ന് മാത്രമാണോ ഇതുപോലെ നമ്മുടെ നാട്ടിൽ രാസലഹരി വലിയ തീക്ഷ്ണമായിട്ടുള്ള പ്രശ്നങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രമേൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു വേദിയിൽ നിന്നുകൊണ്ട് വളരെ ധൈര്യപൂർവ്വം, എൻ്റെ കുട്ടികളെ നിങ്ങളിത് ഉപയോഗിക്കരുത്, ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് കേടാണ്, നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും എന്നോട് വിളിച്ച് പറയുന്നു, അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത് വളരെ മോശമാണ്, ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞൊരാൾക്കൊരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യമുണ്ട്. എന്താ മൂല്യം? ആ മൂല്യം ഇതിനെതിരെ സംസാരിക്കുന്നു എന്താണ്. അത് ഇപ്പോൾ MG ശ്രീകുമാറിൻ്റെ വീട്ടിൽ നിന്ന് കായലിലേക്ക് മാലിന്യം എറിഞ്ഞു. അപ്പോൾ MG ശ്രീകുമാറാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സർക്കാർ എന്താ ചെയ്ത്, MG ശ്രീകുമാറിൻ്റെ മാലിന്യ വിരുദ്ധ പരിപാടിയുടെ ബ്രാൻഡ് അംബാസഡർ. ഇവർക്കൊരു, അതായത് ഈ മാലിന്യം എറിഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കല്ല ചെയ്യുന്നത്, അയാളെ പിടിച്ച് ബ്രാൻഡ് അംബാസഡർ. കാരണം ഇവർക്കൊരു വാല്യൂവും മൂല്യവും സമൂഹത്തിലുണ്ട്. പക്ഷേ അത് സ്വയം ഡെഫ്യൂസ് ചെയ്ത് കളഞ്ഞു വേടൻ എന്നതാണ് വേടനെതിരെയുള്ള കുറ്റപത്രം നമ്മൾ വെക്കേണ്ടത്. അതായത് ഇത്രക്ക് ഇമ്പാക്റ്റ്ഫുള്ളി ആളുകളെ പോസിറ്റീവായിട്ടുള്ളൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ള വേടൻ ഈ പറയുന്ന കുട്ടികളെ മോശം ട്രാക്കിലേക്ക് പോകാതിരിക്കാൻ തടയാൻ ധൈര്യപൂർവ്വം ശ്രമിച്ച ഒരാൾ അതേ കുറ്റത്തിലൂടെ പിടിയിലാവുകയാണ്. അപ്പോൾ അതിനകത്തൊരു കുഴപ്പമുണ്ട്. പക്ഷേ അതായത് അല്ല, ഒരു മിനിറ്റ്, അത് ഞാനത് മുഴുവൻ കംപ്ലീറ്റ്. അതായത് അത് ഡെഫ്യൂസ് ചെയ്യുകയാണ്, നിർവീര്യമാക്കി കളയാണ്. അയാൾ തന്നെയും മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ രാസലഹരി വിരുദ്ധമായിട്ടുള്ള നിലപാടിനെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിലപാടിനെ അയാൾ തന്നെ നിർവീര്യമാക്കി കളയാണ്. അപ്പോൾ അതിനകത്തൊരു പ്രശ്നം, പല ആളുകളും പറയും ഇതിപ്പോൾ 6 ഗ്രാമല്ലേ ഉള്ളൂ, ചെറിയ കാര്യമല്ലേ, ഇത് രാസലഹരി അല്ലേ എന്നൊക്കെ പറയും. പക്ഷേ ഇതുപോലൊരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ അങ്ങനെ പറ്റില്ല. അതായത് ഇത് ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ നിയമലംഘനം എന്ന് വെച്ചാൽ നിയമലംഘനമാണ്. നിയമത്തിലിപ്പോൾ ഒരു പോക്സോ കേസോ മറ്റോ എടുക്കുക, ഒരാൾക്കെതിരെ ഒരു പരാതി പറയുമ്പോൾ ഈ പോക്സോ കേസ് പറയുന്ന കുട്ടിക്ക് പിറ്റേ ദിവസം ബർത്ത്ഡേ ആണ്, 18 വയസ്സ് പൂർത്തിയാകും, പോക്സോ കടന്നു കഴിഞ്ഞു. പക്ഷേ അന്ന് അതിൻ്റെ തലേ ദിവസമാണ്, ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കേസ് പറയുന്നതെങ്കിലും പരാതി കൊടുക്കുന്നതെങ്കിലും കേസാണ്. നിയമം അങ്ങനെ കൃത്യമായ ചട്ടക്കൂടുകൾക്കകത്താണ് നിൽക്കുക. അപ്പോൾ ആ നിയമലംഘനം എന്നത് നിയമലംഘനം തന്നെയാണ്. നിങ്ങൾക്ക് നിയമലംഘനത്തെ ചോദ്യം ചെയ്യാം. ഈ കഞ്ചാവ് എന്നത് രാസലഹരി പോലെയല്ല, അത് ഈ പറയുന്ന പോലെ ആളുകൾക്ക് നിയമവിധേയമാക്കണം എന്നൊക്കെ ചർച്ചയൊക്കെ നടത്താം, ആളുകൾക്ക് എന്ത് ചർച്ച. പക്ഷേ അത് ഈ പറയുന്ന പ്രകടമായിട്ടുള്ള ചർച്ചകളിലൂടെയും ബോധവൽക്കരണങ്ങളിലൂടെയും മാത്രമേ നിയമം മാറ്റിയതിന് ശേഷമേ അത് പാടുള്ളൂ എന്നൊരു കാര്യം അവിടെയുണ്ട്. ഒരു കാര്യം കൂടെ, അതായത് എന്നാൽ പിന്നെ നിയമം ലംഘിക്കാം, എങ്ങനെ നിയമലംഘന സമരങ്ങളൊക്കെ നടക്കാം. പക്ഷേ നിയമം ലംഘിച്ചാൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിടണം. അതുകൊണ്ടെന്ന് വെച്ചാൽ വേടൻ നല്ല പാട്ടുകാരനായിരിക്കെ തന്നെ, അയാളുടെ പാട്ടുകളൊക്കെ നല്ല പൊളിറ്റിക്സൊക്കെ ഉണ്ടായിരിക്കെ തന്നെ, വേടൻ ഇവിടെ ഒരു കുറ്റം ചെയ്തു എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ട് വേണം പോകാൻ. വേടൻ പോകുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ വന്നിട്ട് പറയാം. നിശ്ചയമായിട്ടും ആ സിസ്റ്റത്തിന് വഴങ്ങണമെന്നാണ് ഒരു കാര്യം. അത് സിസ്റ്റത്തിന് വഴങ്ങണം എന്നുള്ളത് നിയമം അതാണ് എന്നുള്ളത് കൊണ്ടും ഇതിനെക്കുറിച്ചുള്ള ഡയലോഗും ചർച്ചകൾ വേറെ നടക്കണം എന്നുള്ളത് കൊണ്ടും ആ നിലയ്ക്ക് അത് പറഞ്ഞു വയ്ക്കാം. പക്ഷേ ഇതിലൊരു പ്രശ്നം, നിയമം ഈ രാജ്യത്തിൻ്റെ നിയമം കൂടിയാണല്ലോ. ഇപ്പോൾ കുംഭമേളയിൽ ഇതൊരു കുഴപ്പമില്ലാതെ പുകച്ചുകൊണ്ട് നടക്കാൻ പറ്റും, ഇല്ലേ? നമ്മൾ കണ്ടതാണോ?
അല്ല അതിൽ ബാങ്ക് അവിടെ പല സ്ഥലങ്ങളിലും നിയമവിധേയമാണ്. പല സ്ഥലം ഇവിടെ ലംഘനമാണ്. വലിക്കാമെന്നുള്ളത് നിയമവിധേയമാക്കിയിട്ടൊന്നുമില്ല. ബാങ്ക് ഉപയോഗിക്കുന്നത് ചില സ്റ്റേറ്റുകളിൽ അത് നിയമവിധേയമാണ് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ചർച്ചയ്ക്കുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ സനീഷിന് തോന്നുന്നുണ്ടോ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് എഴുതിയ വേടന് ക്ലാരിറ്റി ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? അതില്ല, വളരെ ക്ലാരിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഓരോ വേദിയിലും ഇയാൾ പോയിട്ട് നിങ്ങൾ രാസലഹരിയെ ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. കാരണം ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇത് രാസലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് ആ പോയിന്റ് തന്നെ കൃത്യമായി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇത് പറയുമ്പോൾ ഈ ഡിബേറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആരൊക്കെയാണ്? വേടൻ മാത്രമാണോ? അല്ലല്ലോ. ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണല്ലോ. അദ്ദേഹം കൃത്യമായി പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് നിയമവിധേയമാക്കാനുള്ള ഇടപെടൽ നടത്തുന്നതാണ്. ഞാൻ പറയുന്നത് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ചുള്ള ചർച്ച നടക്കണം. ഒരു സംശയം, നമ്മളിവിടെ ഏതെല്ലാം വിഷയത്തിൽ നിയമങ്ങൾക്ക് എതിരെ ചർച്ച നടക്കുന്നു. ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ. അതിന് ഇനി ഇന്ത്യ എന്താണ് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ഈ വിഷയത്തിൽ, ഈ കഞ്ചാവിന്റെ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് എന്താണ്? അത് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് 2022 നിലപാടെന്ന് പറയുന്നത് ഇത് ലീഗലൈസ് ചെയ്യുന്നത്, അതായത് മരുന്ന് ആവശ്യത്തിനും മറ്റല്ലാത്ത ആവശ്യങ്ങൾക്കും ഒക്കെ ഇത് ലീഗലൈസ് ചെയ്യാൻ വേണ്ട ഇടപെടൽ നടത്തുന്നതിൽ തെറ്റില്ല എന്നുള്ള നിലപാട് ഇന്ത്യയും അന്താരാഷ്ട്ര വേദികൾ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. അതായത് എനിക്കും അഭിപ്രായങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ചർച്ച വേറെയാണ്. ഞാൻ വിചാരിക്കുന്ന ആ ചർച്ച വേറെയാണ്. ഇതിനകത്തുണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ വലിയ കൂട്ടം ചെറുപ്പക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പറ്റുന്ന ശേഷിയുള്ള, എന്നാൽ ഗംഭീരമായിട്ടുള്ള പാട്ടുകാരനായിരിക്കുന്ന, ആ പാട്ടിനകത്ത് രാഷ്ട്രീയത്തെ എഴുതി നിർത്താൻ പറ്റുന്ന നല്ല ശേഷിയുള്ള ഒരു 29 വയസ്സുകാരന് മേലൊരു ചീത്തപ്പേരുണ്ടാക്കാൻ ഈ പറയുന്ന നിയമലംഘനത്തിന് സാധിക്കും. എന്താണ് ഇതിലെ പ്രശ്നം? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിമിഷം അവസാനിപ്പിക്കില്ല. അതായത് അതിനെ ഡെഫ്യൂസ് ചെയ്യുന്ന നിലപാടുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഞാനിത് പറയുന്നത് ഇന്നലെ വരെ വേടനെ അനുകൂലിച്ചിരുന്ന ആളുകളിലെ ഇപ്പോൾ വേടനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. വേടനൊന്നും വലിയ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു. അതിലൊരു കാര്യമുള്ളത് ഈ പൊതുജനാഭിപ്രായം എന്ന് വെച്ചാൽ ചെളിയിൽ കുത്തിയിരുത്തിയ വടി പോലെയാണ്. ഒരു കാറ്റടിച്ചാൽ അങ്ങോട്ട് പോകും, മറുകാറ്റടിച്ചാൽ ഇങ്ങോട്ട് പോകും. അത് മനസ്സിലാക്കാൻ മാത്രമുള്ള പൊളിറ്റിക്സ് ശേഷിയുള്ള ആളായിരിക്കും വേടൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ വേടൻ എന്തെങ്കിലും ഇത് കാണുകയാണെങ്കിൽ വേടനെതിരെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുമ്പോഴും വേടനെതിരെ ഇതേക്കാൾ ഗുരുതരമെന്ന് ഞാൻ വിചാരിക്കുന്ന ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. മീറ്റു കേസുകൾ ഇതേക്കാൾ ഗൗരവമുള്ളതാണ്. പക്ഷേ അയാളുടെ ആർട്ടിസ്റ്റ് എന്ന നിലക്ക് ഞാനതിൽ പശ്ചാത്തപിക്കുന്ന പറഞ്ഞാൽ അയാളുടെ ആർട്ടിലൂടെ പോകുമ്പോൾ അതിനെ നമ്മൾ ഇനിയും ദീർഘമായിട്ട് ദശാബ്ദങ്ങളോളം ഈ ആർട്ട് കലാമേഖലയിൽ വിഹരിക്കാനുള്ള ശേഷിയുള്ള ആളാണ് ഇയാൾ. അതുകൊണ്ട് അയാളെ കംപ്ലീറ്റ് ഡെഫ്യൂസ് ചെയ്ത് ഇല്ലാതാക്കി കളയല്ല, റദ്ദ് ചെയ്യരുത്. ഈ ക്യാൻസൽ ചെയ്ത് കളയുക എന്ന സംഗതിയിലേക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കുറ്റകൃത്യത്തിനനുസരിച്ച്, അതായത് നിയമലംഘനത്തിനും വലുപ്പ ചെറുപ്പങ്ങളുണ്ട്. ഇതിൽ ഇത്രയും ചെറിയ ശതമാനം കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇയാളെ ആകപ്പാടെ നാട്ടുകാരെല്ലാം ചീത്ത വിളിക്കുന്നതിൻ്റെ കൂടെ നിൽക്കരുത് എന്നാണ് നമ്മൾ പൊതുസമൂഹത്തോട് പറയേണ്ടത്. ഒന്ന്. രണ്ടാമത് വേടൻ മനസ്സിലാക്കേണ്ടത് ഈ നിയമലംഘനങ്ങൾ അയാൾക്കതിന് പൊളിറ്റിക്സ് ഉണ്ടാകും, മറുപടി പറയാൻ പറ്റുമായിരിക്കും. പക്ഷേ നിയമലംഘനം ഉണ്ടാക്കുന്നത് അയാൾക്ക് സമൂഹത്തിലുള്ള സ്വാധീനശേഷി ഇല്ലാതാക്കുക ചെയ്യുന്നത്. അത് ആർക്കാണ് ഗുണം ചെയ്യുന്നത്? അയാൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിന് എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെയാണ്. അവരാണത് ആഘോഷിക്കുന്നത്. അയാൾ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സ്വയം റദ്ദ് ചെയ്യുന്ന പരിപാടികളിലേക്ക് വേടൻ പോകരുത്. കലാകാരന് ഉത്തരവാദിത്വം ഉണ്ട്, ആ ഉത്തരവാദിത്വം കാണിക്കണം. തീർച്ചയായും അതിനകത്തൊരു സംശയമില്ല. പക്ഷേ ഒറ്റ കാര്യം കൂടെ എനിക്ക് പറഞ്ഞു പോകാനുണ്ട് സനീഷ്. അത് വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സർക്കാരിൻ്റെ ഈ ഡാൻസ് ഓഫിൻ്റെ ഒക്കെ നടപടികൾ അത് ഈ പറയുന്ന ഇവരെയൊക്കെ ക്രിമിനലുകളായി അവതരിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ആ പണി ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. പോലീസ് മാത്രമല്ല, മാധ്യമങ്ങളാണ്. അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. അതായത് ഇത് ഡാൻസ് ഓഫാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിട്ട് ഇവർ പെരുമാറരുത് എന്നുള്ളത് ഈ സർക്കാർ കൂടി നോക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമങ്ങളുടെ കാര്യം തന്നെ എടുത്താൽ ഇന്നിപ്പോൾ ഞാൻ നോക്കുകയാണ്, നമ്മൾ ആ വരികളെക്കുറിച്ച് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഈ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ളത്. അത് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് ഒരു മാധ്യമം ഇങ്ങനെ വലിയ വെണ്ടയ്ക്ക മുഴുപ്പിൽ എഴുതി കാണിക്കുകയാണ്, കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന്. എൻ്റെ സംശയം അത് വളരെ സങ്കടകരമല്ലേ? കാരണം അയാളെ അങ്ങ് റദ്ദ് ചെയ്യുകയാണ്, അയാളുടെ പൊളിറ്റിക്സിനെ റദ്ദ് ചെയ്യുകയാണ്. ആ സ്പെസിഫിക് ആയ ആ വരികളുടെ രാഷ്ട്രീയത്തെ നിസ്സാരമായി റദ്ദ് ചെയ്യണം. ആ തലച്ചോറ്, സത്യം പറഞ്ഞാൽ അതങ്ങനെ എഴുതിയ തലച്ചോറിന് ഒരു നല്ല നമസ്കാരം കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം, ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ. അതായത് ഇതേ ഇപ്പോൾ അതിന് ഇടയ്ക്ക് എന്താണ് പുലിയുടെ നഖം എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ഈ പാട്ടിന് വേണ്ടി വെച്ച പ്രോപ്പർട്ടി എടുത്തിട്ട് അതാണ്. അത് മാത്രമല്ല, ഇതേ സ്ഥാപനങ്ങളിലൊക്കെ എങ്ങനെയാണ് മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് 13 ആനക്കൊമ്പ് ഉൽപ്പന്നങ്ങൾ, അതായത് ആനക്കൊമ്പ് 2-4 എണ്ണമേ ഉള്ളൂ, പക്ഷെ ആനക്കൊമ്പ് വെച്ചുണ്ടാക്കിയ എല്ലാ സാധനങ്ങളും കൂടെ ചേർത്ത് 13 എണ്ണം പിടിച്ചെടുത്തു. 2023 ഓഗസ്റ്റിൽ
അതിലൊരു സ്റ്റേ വീണതാണ് 6 മാസത്തേക്കുള്ള ഒരു സ്റ്റേ. അതിനുശേഷം ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, ആരും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ഈ സ്ഥാപനം ഈ ആനക്കൊമ്പ് പിടിച്ചെടുത്തപ്പോൾ ആനക്കൊമ്പ് കൊണ്ട് അലങ്കരിച്ച കൊട്ടാരം എന്നല്ലല്ലോ അന്ന് ഈ ഹെഡ്ലൈനിന് ഇത് സ്ലഗ് കൊടുത്തത്. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് പക്ഷേ ഞാൻ പറയുന്നത് അത് ആ ഡെസ്കിലോ മറ്റുള്ള ഏതോ ഒരാൾ അത് അവരാകപ്പാട് ആ മാധ്യമം ആകപ്പാട് ആലോചിച്ചിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയല്ല അവരും ഞാൻ പറയട്ടെ, അങ്ങനെ പരിഹസിക്കുന്നത് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ തന്നെയും ഒരു അല്പ ദിവസം മുമ്പാണ് ഞങ്ങൾക്കെതിരെ അനുവാദരഹിതമായിട്ടൊരു കേസ് എടുത്തിട്ട് എല്ലാവരും കൂടെ കളിയാക്കുകയാണെന്ന് പറഞ്ഞ ആൾക്കാരാണ് അവർ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടെ അത് ആലോചിച്ച് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒരാൾ ചെയ്തതാണ്, നമുക്കിത് അവസാനിപ്പിക്കാം. രാജ്യത്ത് നിലവിലുള്ള നാർക്കോട്ടിക് നിയമപ്രകാരം വേടൻ ചെയ്തത് തെറ്റാണ്. 6 ഗ്രാമായാലും കഞ്ചാവ് ഫ്ളാറ്റിൽ സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണ്. സിന്തറ്റിക് ഡ്രഗിനെതിരെ ഷോകൾക്കിടയിൽ ആഹ്വാനം നടത്തുന്ന വേടൻ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. എന്നാൽ ഫ്ളാറ്റിൽ നിന്ന് തൃപ്പൂണിത്തുറ പോലീസ് 6 ഗ്രാം കഞ്ചാവ് പിടികൂടിയതിന് പിന്നാലെ വേടനെ വരിഞ്ഞു മുറുക്കാൻ അസാധാരണമായ ഔത്സുക്യം പ്രകടമായി. കഞ്ചാവ് കേസിന് പിന്നാലെ മാലയിലെ പുലിപ്പല്ല് പിടിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെത്തുന്നു. അതിന് പിന്നാലെ ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയ കൊടുവാളിൻ്റെ പേരിലും വേടനെതിരെ പ്രചാരണം ഉണ്ടാകുന്നു. യുക്തിഭദ്രമല്ലാത്ത ഈ അത്യാവേശത്തിന് പിന്നിൽ വേടൻ ഉയർത്തിയ യുവതരംഗത്തോടുള്ള അസഹിഷ്ണുതയാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാനാകില്ല. ഒരു കാര്യം സുവ്യക്തമാണ്, കഞ്ചാവ് ഫ്ളാറ്റിൽ സൂക്ഷിച്ചത് ഒരു തെറ്റാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും വേടൻ ഉയർത്തിയ ദളിത് രാഷ്ട്രീയത്തെയും കറുത്ത ഹാസ്യത്തെയും അധീശത്വ വിരുദ്ധതയെയും നിർവീര്യമാക്കാമെന്നത് മറ്റു ചില മനസ്സുകളുടെ വിഫല സ്വപ്നം മാത്രമായിരിക്കും.